സംസ്ഥാന വ്യാപകമായി KSUവിൻ്റെ പ്രതിഷേധം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ തകർച്ചയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പറുകൾ ഒന്നടങ്കം തന്നെ ഒരു സ്വകാര്യ ട്യൂഷൻ മാഫിയകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു. പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ ചോർന്നു കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ പരീക്ഷയിൽ അനധികൃതമായി വിജയം കരസ്ഥമാക്കുന്നു എന്ന് എന്ന ആരോപണം കേരള വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് പണം പിഴിയുന്ന, പണം നേടിയെടുക്കുന്ന ഒരു ബിസിനസ്സായി സ്വകാര്യ ട്യൂഷൻ മാഫിയ മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സെൻറ്ററുകൾ കൂണുപോലെ മുളച്ചു പോകുന്നു. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത്തരം പല സെൻറ്ററുകളുടെയും പിന്നിൽ സംസ്ഥാന ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കൃത്യമായ ആരോപണം നിലവിലുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കണക്കിലെടുക്കേണ്ടത്. ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ പണ്ട് വ്യാപം ഗൂഢാലോചന അല്ലെങ്കിൽ ആ അഴിമതി നടന്നതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത്, വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് അനർഹരെ വിജയിപ്പിച്ചതുപോലെ കേരളത്തിലും ഇത്തരം ഒരു വിദ്യാഭ്യാസ മാഫിയ നിലവിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗാണ്, ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പുറത്തു വന്നത്. ഒരു പരീക്ഷാ പേപ്പർ, ക്രിസ്മസ് പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നതിനെ അത് നമുക്ക് യഥാർത്ഥ വസ്തുത കണക്കിലെടുക്കുമ്പോൾ അതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. കേരളത്തിൽ പൊതുപരീക്ഷകളുടെ പോലും ഏറ്റവും നിർണായകമായ കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ പോലും ഇവിടുത്തെ സ്വകാര്യ ട്യൂഷൻ മാഫിയെ തട്ടിയെടുക്കുന്നില്ല എന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്? ഈ സെൻറ്ററുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വിജയമുറപ്പാണെന്ന പരസ്യവാചകം പുറത്തു വരുമ്പോൾ, അവർക്ക് ഇത്തരം ചോദ്യപേപ്പറുകൾ കിട്ടിക്കൊണ്ട് ലഭിക്കുന്ന വിജയങ്ങൾ കാണുമ്പോൾ ഇതിലേക്ക് ഈ ട്യൂഷൻ സെൻറ്ററുകളിലേക്ക് ആയിരക്കണക്കിന് കുട്ടികളാണ് എത്തിപ്പെടാൻ നിർബന്ധിതരാകുന്നത്. കാരണം ഇവിടെയുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാവിയിൽ ആശങ്കാകുലരാവുന്ന മാതാപിതാക്കൾ കുട്ടികളെ എവിടെ കൊണ്ട് ചേർക്കും? അപ്പോൾ കേരളത്തിൽ ഇതൊരു മാഫിയയായി മാറിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ചോദ്യപേപ്പർ ചോർച്ച അവരുടെ ഒരു നയത്തിൻ്റെ തന്നെ ഭാഗമാണ്. കേരളത്തിൽ PSC ചോദ്യപേപ്പർ ചോർത്തിയെടുത്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ CPM-ഉം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കുന്ന SFI-യും. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാരായിരുന്നു കേരളത്തിലെ PSC പരീക്ഷയിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വന്നു. പിന്നീട് അവിടെ നടന്ന ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആ ഗുണ്ടകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിലാണ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത്. അന്ന് പരിശോധിച്ചപ്പോൾ, പലരുടെയും വീട് പരിശോധിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസുകളുടെ വലിയ ബണ്ടിലുകളാണ് കണ്ടെത്തിയത്. അതിപ്പോൾ എവിടെ പോയി? ആ കേസെല്ലാം ഒതുക്കപ്പെട്ടു. സമാനമായ തരത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസങ്ങളുടെ പരീക്ഷകളുടെ എല്ലാം തന്നെ ചോദ്യപേപ്പറുകൾ ഇവർ ചോർത്തിയെടുക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഇവർ മാഫിയവൽക്കരിച്ചു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളെ വരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ITIയിൽ നടന്ന സംഭവം, ഒരു കൊടി ഉയർത്തിയതിന്, KSUവിൻ്റെ ഒരു കൊടി ഉയർത്തിയതിനാണ് 2 കുട്ടികളെ നൂറുകണക്കിന് ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചത്. എന്നിട്ട് ആ തല്ലി ചതച്ച് കൊല്ലാറാക്കിയ ആ കുട്ടികൾ 308-ൽ പ്രതി. തല്ലിയവർ പ്രതിയല്ല. ഇപ്പോൾ കേരളം ഒരു മാഫിയാവൽക്കരണത്തിലാണ്. കേരളത്തിലൊരു മാഫിയ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ KSU നേടിയെടുത്ത വിജയം അതിൻ്റെ കൃത്യമായ സൂചനയാണ്. ഇതൊരു തുടക്കമാണ്. എല്ലാ അഭിവാദ്യങ്ങളും KSUവിൻ്റെ നേതൃത്വത്തിലുള്ള ചുണക്കുട്ടികൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.